ഞാനെന്നാ ചിരിക്കുന്നതെന്നല്ലേ. അതായത് ലക്ഷ്മി നക്ഷത്രയോട് ഇന്നൊരുത്തം പോയി ചോദിച്ചതാണ് ആർക്കാണ് പിന്തുണ എന്ന് ചോദിച്ചപ്പോഴേ ലക്ഷ്മി നക്ഷത്രം ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എൻ്റെ പിന്തുണ ഞാൻ കൊടുക്കുന്നത് എൻ്റെ അനുക്കുട്ടിക്ക് തന്നെയാണ്. എൻ്റെ അനുക്കുട്ടിയാണ് എനിക്കെല്ലാം. കാരണം പോകുന്നതിന് മുമ്പേ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അനുഗ്രഹവും വാങ്ങിച്ച് അതുമാത്രവുമല്ല എന്നോട് പറഞ്ഞിട്ട് പോയ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുക്കുട്ടിക്കല്ലാതെ വേറെ ആർക്കാണ് ഞാൻ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോഴേ ആ ഒരു മൈക്ക് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ചങ്ങാതി ചോദിച്ചു, അല്ലപ്പ നിങ്ങളെ രേണുസുതിയില്ലേ അവിടെ, നിങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യയല്ലേ, നിങ്ങൾ ഒരുപാട് സഹായിച്ചതല്ലേ, നിങ്ങൾ ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ ചെയ്തതല്ലേ, അതുമാത്രവുമല്ല അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചങ്ക് പറിച്ച് കൊടുത്തവരല്ലേ എന്നൊക്കെ ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചപ്പോഴേ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ശരിക്കും ഉത്തരമില്ലാണ്ടായി പോയി എന്നുള്ളതാണ്. കാരണം എന്താ, ഒരു ഫോണിലൂടെ പോലും അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇതുപോലെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ബിഗ് ബോസിലേക്ക് കയറുന്നുണ്ട് എന്ന് ഒരു ഫോണിലൂടെ പോലും പറഞ്ഞിട്ടില്ല എന്നാണ് ലക്ഷ്മി നക്ഷത്ര പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നന്ദികേടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നന്ദി എന്ന് പറയുന്നൊരു വാക്ക് രേണുസുതിയുടെ നിഘണ്ടുവിലില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വിഷമിക്കാനും പാടില്ല. കാരണം എന്താ, ലക്ഷ്മി നക്ഷത്ര ഇവിടുന്ന് പ്രേക്ഷകരെ പോലും പറ്റിച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അതായത് ആഗസ്റ്റ് 3-ാം തീയതിയാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്. 2-ാം തീയതി വൈകുന്നേരം ഒരു ഇത് വന്നിരുന്നു, ഒരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോയിൽ ലക്ഷ്മി നമ്മുടെ രേണുസുതി പറയുന്നുണ്ട്, അയ്യോ ഞാൻ ബിഗ് ബോസിലൊന്നും ഇല്ലാട്ടെ, എനിക്കൊരു മൊബൈൽ പോലും ഇല്ലാട്ടാ, ഞാൻ ബിഗ് ബോസിലൊന്നും ഇല്ല അല്ലേ ചേച്ചി മക്കളും എല്ലാവരെയും കൂട്ടിയിട്ടൊരു വീഡിയോ ഒക്കെ വന്നിരുന്നു. അപ്പോൾ അവിടുന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഇവർ പ്രേക്ഷകരെ പറ്റിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാലോ, ഇല്ലെങ്കിൽ ആ വീഡിയോ ഇടാതിരിക്കാലോ. അതായത് ഇവരുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇവർ എയർപോർട്ടിൽ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും യാതൊരു ഉളുപ്പും ഇല്ലാതെ പറയുകയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇപ്പോഴും ബിഗ് ബോസിൽ ഇരിക്കുന്നത് ആരാ അതെന്നാ രേണുസുതിയുടെ ഇതാണോ ഇരിക്കുന്നത്? അല്ല, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇരിക്കുന്നത്? മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രേക്ഷകരെ എന്തിനു പറ്റിച്ചു? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒരു കാരണവശാലും അവർക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കരുത്. കാരണം എന്താ, അവർക്കെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരോട് യാതൊരു സ്നേഹവുമില്ല. അവർക്കിങ്ങനെ സിമ്പതിയും പറഞ്ഞ് നടക്കണം. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടതല്ലേ, അതായത് കരച്ചൽ നാടകം ഇവിടെ വേണ്ട എന്ന് ബിഗ് ബോസ് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. രേണു, ഇതൊന്നും ഇനി നടക്കൂല മോളെ, കരച്ചൽ നാടകവും വേണ്ട, വേറെ ഒരു നാടകവും വേണ്ട, മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കളിച്ചോ, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോ. ഈ ക്യാമറയുടെ മുന്നിലൂടെ വന്നിട്ട് വീട്ടിൽ പോകണം എന്ന് പറയുന്ന രേണുസുതി ഇത് കേട്ടപ്പോഴേ ശരിക്കും ഭയന്നുപോയി എന്നുള്ളതാണ്. ബിഗ് ബോസ് എനിക്ക് നിൽക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊരു കരച്ചിലായിരുന്നു വീണ്ടും. അപ്പോഴും ബിഗ് ബോസ് പറഞ്ഞു കരച്ചൽ നാടകം വേണ്ട, ഇവിടെ കളിച്ചാൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ പേൻ്റത് ഒരു കണ്ടന്റ് ആക്കി കൊണ്ടുവരേണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുളിക്കോ നനക്കവും ചെയ്യാത്ത ആൾക്കാർ ജനങ്ങൾ ഇതുപോലെ മുഖത്ത് നോക്കി പറയും, അത് ഉറപ്പാണ്. അതായത് ഇതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറ ആർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ചേച്ചി ഒന്ന് പോയി കുളിക്കൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവരെല്ലാവരും ഇങ്ങനെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരെ അങ്ങനെ ഒരു വേറൊരു തലത്തിൽ പോകാൻ വേണ്ടി നോക്കിയപ്പോഴേ ബിഗ് ബോസ് തന്നെ അവിടെ ഒരു കടിഞ്ഞാണിട്ടു എന്നുള്ളതാണ്. ഏതായാലും ആ വിഷയങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും ലക്ഷ്മി നക്ഷത്രയിലേക്ക് വരാം. അങ്ങനെ എല്ലാവരും വിചാരിച്ച എന്താ, തൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരനാണ് സുധി അന്ന് മരിച്ച അന്ന് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന യുവതി കരഞ്ഞതൊക്കെ നമുക്കറിയാം. 1.5 മണിക്കൂർ കരഞ്ഞിട്ട് 8 മില്യണങ്ങാറ്റം വ്യൂസ് അതിന് കിട്ടിയെന്നാണ് തോന്നുന്നത്. ഏകദേശം നല്ലൊരു തുക അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അതുപോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിലെന്ന് പറഞ്ഞാൽ നല്ലൊരു തുക ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സുധിയുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച് പോകുന്നത് എല്ലാ വീഡിയോയും ഇടും, അതിലും നല്ലൊരു തുക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സുധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമും അന്വേഷിച്ച് രാജകുമാരി കടൽ കടക്കുന്നത്. അങ്ങനെ കടൽ കടന്ന് രാജകുമാരി ഒരാളെ കണ്ടെത്തുകയാണ് സുധിയുടെ മണമുള്ള ഒരു പെർഫ്യൂമിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു പെർഫ്യൂമും കൊണ്ടുവരുന്ന ആ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം കണ്ണ് നിറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ രേണുസുതിയുടെ സ്വഭാവം മാറാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി നക്ഷത്ര വരെ ഇങ്ങനെ മിഴിച്ച് നിന്നുപോയി എന്നുള്ളതാണ്. അതുവരെ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത ലക്ഷ്മി നക്ഷത്രയെ പോലും, അതായത് അവൾ കൊണ്ടുവന്നത് എന്ത് സ്പ്രേയാണ്, അത് വെറും നാറ്റമാണ് എന്ന് വരെ പറഞ്ഞു എന്നുള്ളതാണ്. ആ സ്പ്രേ വരെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ രേണുസുതി. അത് മനസ്സിലാക്കണം നിങ്ങൾ. അതായത് അത് നിങ്ങൾക്കൊന്നും മണത്താൽ ശരിയാവില്ല, എന്തൊരു നാറ്റമാണ്, ഒരു നാറ്റം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മളെല്ലാവരും പറയുന്നത് ആ മനുഷ്യന് കിട്ടിയ ഫലകങ്ങളും അവാർഡുകളും അവർ ചാക്കിൽ കെട്ടിവെച്ചു. ഇവിടെ സ്പ്രേ വരെ നാറ്റായിട്ട് അതൊരു അതൊരു ബാധ്യതയായിട്ടാണ് ഇപ്പോൾ അവർക്കുള്ളത്. അതായത് ഈ സ്പ്രേ വേണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് ആ ചരമവാർഷിക ദിനത്തിലൊക്കെ വന്നിട്ട് കുറേ ആൾക്കാരുടെ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ എന്ന്.
അപ്പോൾ തന്നെ നമുക്കറിയാം ഇവർക്ക് കൊല്ലസുതിയോട് ഒരു ഇതുമില്ല. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൊല്ലസുതിയുടെ പേരിൽ ഇങ്ങനെ ആ പേരും പറഞ്ഞുകൊണ്ട് സിമ്പതി അടിച്ച് സെൻറ്റി അടിച്ചും ഇങ്ങനെ ജീവിക്കണം എന്നല്ലാതെ ഇവർക്കെന്ന് പറഞ്ഞാൽ കൊല്ലസുതിയോട് ഇച്ഛ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം അവർക്കില്ല. അതെല്ലാവർക്കും അറിയാം. അവസാനം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളി പറയേണ്ടി വന്നു. അതായത് സ്പ്രേ കൊടുത്തുകൊണ്ട് മാത്രം അവർക്കും ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് പേര് അവരെ വിമർശിച്ചിട്ടുണ്ട് ഇതുപോലുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന്. അങ്ങനെ ലക്ഷ്മി നക്ഷത്രം ഏതായാലും ഇനി അവരുമായിട്ടൊരു കമ്പനിയുമില്ല എന്ന് വിചാരിച്ചു. പിന്നെയും ആൾക്കാരൊക്കെ ചോദിക്കും, എന്തായി ലക്ഷ്മി, എന്താണ് ഇപ്പോൾ രേണുസുധിയുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോഴും ലക്ഷ്മി നക്ഷത്രവുമായിട്ട് ഒരു കമ്പനിയും രേണുസുധിക്കില്ല. അതുകൊണ്ടല്ലേ ബിഗ് ബോസിൽ പോകുന്ന കാര്യം എല്ലാം ഒളിച്ചു വെച്ച് രേണുസുധി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തിനെ സപ്പോർട്ട് ചെയ്യണം? അത് തന്നെയാണ് അവർ ചോദിക്കുന്നത്. അതായത് എന്നോട് പറയാത്ത ഒരു കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊരിക്കലുമില്ല, ഒരിക്കലും ചെയ്യാനും പാടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞത് എൻ്റെ സപ്പോർട്ട് മുഴുവൻ അനുമോൾക്കാണ്, അനുമോൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സപ്പോർട്ട് മുഴുവൻ, എൻ്റെ കുഞ്ഞ് അനുജത്തിയാണ് അനുമോള്, ഞങ്ങളുടെയൊക്കെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സപ്പോർട്ട് മുഴുവൻ അനുമോൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അതല്ലേ വേണ്ടത്? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ആളെയും വെറുപ്പിച്ചുകൊണ്ട് ഇവർ ആരെ കണ്ടിട്ടാണ് ഇവർ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത്? ആ ഇവരുടെ നായകനെ കണ്ടിട്ടോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് കൂടെ അഭിനയിച്ച ഏതോ ഒരു വേട്ടാവളിയൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടിട്ട് അവനെ PR ഏൽപ്പിച്ചിട്ട് അവനിപ്പം എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് തെറി പറയില്ല എന്നാ പറയുന്നത്. രേണുസുധിയെ പറ്റിയിട്ട് എന്തെങ്കിലും ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ ഓടി നടന്നിട്ട് തെറി പറയും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുത്തനെയും ഏൽപ്പിച്ചു പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഗുണവും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രവുമല്ല, ഇതിൽ നിന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു റീല് കാണാൻ പോലും ഒരാളുണ്ടാവില്ല. കാരണം എന്താ, ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി. അതായത് കുറച്ച് ഉടായിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുമ്പോഴേ ഇവർക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നിരിക്കുകയാണ്. ഇപ്പം നാട്ടുകാർ ചില വീട്ടമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നൊക്കെ കണ്ടു രേണുസുധി അവിടെ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അമ്മയൊക്കെ വന്ന് പറയുന്നത് കണ്ടു. അതെന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ വാക്കല്ല, നിങ്ങളത് ആലോചിച്ച് നോക്കണം. ജനങ്ങൾ മുഴുവൻ കാണുന്നതാണ് ഈ ഷോ. അവർക്ക് എല്ലാവർക്കും രേണുസുധിയെ നല്ല രീതിയിൽ പിന്തുണച്ചവർ വരെ ഇപ്പോൾ പറയുന്നൊരു വാക്കെന്താ, ആ സ്ത്രീയെ പിടിച്ച് പുറത്താക്ക്. എന്തിനാണ് വെറുതെ അതിനെ പിടിച്ച് അതിൻ്റെ അകത്ത് വെക്കുന്നത്? അത് കുളിക്കത്തുമില്ല, നനക്കത്തുമില്ല, അതുപോലെ തന്നെ പേനും പിടിച്ച് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും രേണുസുധിക്ക് എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല നെഗറ്റീവ് തന്നെയാണ്. അല്ലാതെ പഴയ പോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു എന്താ പറയുക രേണുസുധി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും വന്ന് അറ്റാക്ക് ചെയ്യുന്ന ആർമികളൊന്നും ഇല്ല ഇപ്പോഴേ. ഞാൻ പറഞ്ഞല്ലോ, കുറേ ഫേക്ക് ID വന്നിട്ട് മറ്റവൻ്റെ പണിയാണ്. ഏതൊരു നായകൻ ഉണ്ട് പോലും, ആ നായകൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ID വന്നിട്ട് എല്ലാത്തിലും പോയിട്ട് ഒരേ കമൻ്റ് അങ്ങ് പേസ്റ്റ് ചെയ്തിടും. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ലക്ഷ്മി നക്ഷത്രയെ പോലെയുള്ള ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് വാങ്ങിക്കാതെ, അവരോട് മിണ്ടാതെ, അതായത് ഞാൻ പോകുന്നുണ്ട് എന്ന് പോലും ഒരു മെസ്സേജ് പോലും അയക്കാതെ പോയിട്ട് പിന്നെ അവരോട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? അവരെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രേണുസുധീൻ്റെ അവസ്ഥ വേറെ ലെവലിലായി പോയേനെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏതായാലും ചോദിക്കാതെ ഭാഗ്യം. കാരണം എന്താ, ഈ അനുമോൾ അവിടെ ഉള്ളപ്പോൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ രേണുസുധീനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ലക്ഷ്മി നക്ഷത്രയ്ക്ക് കഴിയില്ല. പിന്നെ കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരുപാട് പേരുദോഷം വരും എന്നല്ലാതെ അവർക്ക് ഇതിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു ഗുണം കിട്ടാനുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ രേണുവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേ അവരവിടെ നിന്ന് കളിക്കണ്ടേ? ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണ്ടേ? അവരൊരു കാര്യം ചെയ്യത്തുമില്ല, അവരവിടെ നിന്ന് അനങ്ങത്തുമില്ല, പിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഏതായാലും അനുവിനാണ് തൻ്റെ സപ്പോർട്ട് നിന്ന് ലക്ഷ്മി നക്ഷത്ര തുറന്നു പറഞ്ഞിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഹൈപ്പ് ഒന്ന് ചെയ്തു വിടുക. പിന്നെ ലൈക്ക്, ഷെയർ അത് നിങ്ങളുടെ അവകാശമാണ്, മറക്കരുത്.